മക്കളെ, LSS ഒക്കെ വന്നതിന് ശേഷം ടീച്ചേഴ്സ് എല്ലാവരും LSS ഓറിയന്റഡ് ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അല്ലേ. ഇതിപ്പോ LSSനും പറ്റും, നിങ്ങളുടെ പരീക്ഷയ്ക്കും പറ്റും കേട്ടോ. ടീച്ചർ ഇപ്പൊ പറയാൻ പോകുന്ന ചോദ്യം. അപ്പൊ കുഞ്ഞുങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് എന്ന് വിചാരിക്കണോ? ഇന്നിതാ ഒരു LSS ചോദ്യം നിങ്ങൾ പിടിച്ചോളൂ. മധുരം മലയാളം എന്ന് നമ്മുടെ മലയാളത്തിന് ഞാൻ ഇട്ട പേരാണ് കേട്ടോ. നമുക്ക് മധുരം മലയാളം എളുപ്പത്തിൽ പഠിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇതാ ഒരു ചോദ്യം ഇതാണേ. അറിഞ്ഞു പഠിക്കാം, പഠിച്ചു നേടാം എന്നത് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചാൽ നമുക്ക് എന്തും പഠിച്ച് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇതാ അതിനു മുൻപായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രാണ ബാച്ചിന്റെ കാര്യം. എല്ലാവർക്കും അറിയാലോ പ്രാണ ബാച്ചിന്റെ കാര്യം. ഇത് സൈലത്തിലെ ഓൺലൈൻ ബാച്ചാണ്. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം മുതൽ അവസാനം വരെ അടിപൊളിയായിട്ട് ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനായിട്ടും ഓരോ യൂണിറ്റും എക്സാം ഒക്കെ നടത്തി പോകുന്ന ഒരു ഓൺലൈൻ ബാച്ചാണ്, ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ പ്രാണ എന്ന് പറയുന്നത്. നോക്കണേ, ഇവിടെ ഒരു നമ്പർ ഉണ്ട് 999 അല്ലേ, 9995400800 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. എന്നിട്ട് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ സംശയങ്ങളും, ഈ ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഇനി ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ക്ലാസ് 5, 6, 7 ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാട്ടോ. ഇനി ഇതാ ഒരു സാധ്യതാ ചോദ്യം ദാ പിടിച്ചോ. എന്താണ് സാധ്യതാ ചോദ്യം? നിങ്ങൾക്ക് കവികളെ കുറിച്ച് അല്ലെങ്കിൽ കഥാകാരന്മാരെ കുറിച്ച്, നമ്മളൊരു കഥ പഠിക്കുകയാണെങ്കിൽ കവിത പഠിക്കുകയാണെങ്കിൽ അവരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും അല്ലേ. അപ്പോൾ ചില സൂചനകൾ തന്നിട്ട് അതാരാണ് എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യം വരാറുണ്ട്. നമ്മളൊന്ന് നോക്കിയാലോ അതാരാണ് എന്ന്. ടീച്ചർ ഇന്ന് പറയുന്നത് ഇതാണ്. ലളിതമായ വാക്കുകളിലൂടെ വലിയ ആശയങ്ങൾ പറഞ്ഞ കവി. 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ ജനിച്ചു. ഭാരതീയ ദർശനവും ആധുനിക ജീവിതത്തിലെ വേദനകളും കവിതകളിൽ വിഷയമാക്കി. ജ്ഞാനപീഠ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയവ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എല്ലാതരം പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോ കുമരനെല്ലൂരിലാണ് ജനിച്ചത്. പിന്നെ ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠം ലഭിച്ച കുമരനെല്ലൂരിൽ ജനിച്ച കവി ആരാണ്? ഇനി ഒരു ക്ലൂവും കൂടെ വേണമെങ്കിൽ തരാം. 2020 അന്തരിച്ചത്. ആരാണ്? മരണം 2020. ജ്ഞാനപീഠം കിട്ടിയത് 2019. ക്ലൂ ഇനി വേണോ? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ആരാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനപീഠം ലഭിച്ചത് 2019. അടുത്ത വർഷം അദ്ദേഹം മരിച്ചു പോകുകയും ചെയ്തു. മുന്നറിയിപ്പ് എന്ന് പറയുന്ന ഒരു കവിത നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പാഠഭാഗം പഠിക്കുമ്പോൾ ഈ ഒരു ചോദ്യത്തിന് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് ടീച്ചർ വരാം. ഇനി നോക്കിയേ, നമ്മുടെ സൈലത്തിൻ്റെ വാട്സപ്പ് ചാനലിലാണ്. ഇതൊന്ന് QR കോഡ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. എപ്പോഴും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉള്ളതും അതുപോലെ ഏത് സമയത്താണുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് ചാനലിലൂടെ അറിയാൻ പറ്റും. ഇതിൻ്റെ നോട്ട്സുകൾ കേട്ടോ, മോഡൽ ചോദ്യ പേപ്പറൊക്കെ. അപ്പോൾ മക്കളെ, ഇത്തരം ചോദ്യങ്ങൾ ഒരു സാധ്യതാ ചോദ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനിയും ഇത്തരം ചോദ്യങ്ങളുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. നോക്കൂ, മലയാളത്തിന് വരുന്നത് 20 മാർക്കാണ്. അതിൽ വിശദമായിട്ട് എഴുതാനുള്ള 2 ചോദ്യങ്ങൾ ഉണ്ടാവും, 5 മാർക്കിന്റെ. ബാക്കി 10 മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പാണ് കേട്ടോ. അതും കൂടെ ടീച്ചർ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിലേക്ക് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.